റിപ്പോർട്ടർ ബ്രേക്കിംഗ്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാഖ് എസ് ദർശൻ കൂടുതൽ കേസുകളിൽ പ്രതി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് 55 ലക്ഷം രൂപ വൈശാഖ് തട്ടിയെടുത്തു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് വൈശാഖ് ഉൾപ്പെടെ 20 പേർക്കെതിരെ 2024 കേസെടുത്തത്. വൈശാഖും സംഘവും ചേർന്ന് അർഹതയില്ലാത്തവർക്ക് ലോൺ അനുവദിച്ച് പണം തട്ടിയെന്നാണ് എഫ്ഐആർ. രംഷ CP വിവരങ്ങളുമായി ചേരുകയാണ്. രംഷ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വൈശാഖനും സംഘത്തിനും ഈ ക്രമക്കേടും തട്ടിപ്പും ഒക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞത്? അതോ വൈശാഖനും സംഘവും, അതായത് 20 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 55 കോടി രൂപയാണ് ഇവർ ഈ സംഘത്തിൽ നിന്നും തട്ടിയത് എന്നതാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. ഇതിലെ ജീവനക്കാർ, അതായത് ഈ ബാങ്കിലെ ജീവനക്കാർ ഒപ്പം ഭരണസമിതി അംഗങ്ങളും ചേർന്നതാണ് ഈ 20 പേർ എന്ന് പറയുന്നത്. അതായത് ഇവർ ഈ ബാങ്കിൽ വ്യാജമായി അപേക്ഷകൾ തയ്യാറാക്കി സമർപ്പിക്കുന്നു. ആ ലോൺ ഇവർ തന്നെ പാസ്സാക്കുന്നു, ഇവർ അത് പങ്കിട്ടെടുക്കുന്നു എന്നൊരു രീതിയാണ് ഇവർ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ മെമ്പർമാരല്ലാത്ത ആളുകൾക്കുൾപ്പെടെ ഇവരുടെ ശിങ്കിടികളായ ആളുകൾക്ക് ലോൺ പാസ്സാക്കി നൽകി. അങ്ങനെ 55 കോടി രൂപയാണ് ഈ സഹകരണ സംഘത്തിന് ഇവർ നഷ്ടം വരുത്തിവെച്ചത് എന്നതാണ് കേസ്. 2024 ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 20 പേരാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഈ വൈശാഖ് തന്നെയാണ്. വൈശാഖ് നേരത്തെയും ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു BJP നേതാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് എന്ന് മാത്രമല്ല, റെയിൽവേയിൽ ജോലി നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്ററും വ്യാജമായി നിർമ്മിച്ച് ഇയാൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ നടക്കുന്നത്. ഈ കേസിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിലുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. 2024 ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്കമാലിയിൽ ഒരു അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഉൾപ്പെടെയുള്ള സംഘം ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സഹഭാരവാഹിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇയാളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഇങ്ങനെ നാട്ടിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം നേതാവായി വിലസുകയും അതേസമയം വലിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. മാധു. യെസ്, രംഷ CP ആണ് വിവരങ്ങൾ നൽകിയത്. എത്ര പണമാണ് തട്ടിച്ചെടുത്തത് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഈ പരാതിയിലടക്കം വ്യക്തമാക്കുന്ന വിവരം, ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ഒരു കേസ് അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് 55 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് വൈശാഖ് ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസും എടുത്തിട്ടുള്ളത്.